നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF മുൻ MLA-മാർക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കി. കെ ശിവദാസൻ നായർ, MA വാഹിദ് എന്നിവർക്കെതിരെയുള്ള കേസാണ് റദ്ദാക്കിയത്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ UDF മുൻ MLA-മാർക്കെതിരെയുള്ള കേസ് കോടതി റദ്ദാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് കോടതി പറയുന്നത്? ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട ബജറ്റ് സെഷനിൽ ആ സമയത്ത് നടന്ന നിയമസഭാ കയ്യാങ്കളി അത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ്. പിന്നീട് LDF സർക്കാർ ഇത് എഴുതിത്തള്ള ഈ കേസ് റദ്ദാക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോയതാണ്. പക്ഷേ അതൊന്നും തന്നെ ഫലം കണ്ടിരുന്നില്ല. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രതികളും സുപ്രീം കോടതി വരെ പോയിരുന്നു. പക്ഷേ തിരിച്ചടിയായിരുന്നു ഫലം. നിലവിലിപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്നും വരുന്ന വിവരമനുസരിച്ച് UDF MLA-മാർക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. വനിതാ MLA-മാരെ തടഞ്ഞു വെച്ചു എന്ന പരാതിയിൽ എടുത്ത കേസാണ് റദ്ദാക്കിയിട്ടുള്ളത്. ശിവദാസൻ നായർ, MA വാഹിദ് എന്നിവർക്കെതിരെയായിരുന്നു അന്ന് കേസെടുത്തത്. ആ കേസാണ് നിലവിൽ റദ്ദാക്കിയത്. വി ശിവൻകുട്ടിയും EP ജയരാജനും അടക്കം 6 LDF നേതാക്കൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള കേസുണ്ട്. അത് വേറെ കേസായാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ 2 UDF MLA-മാർക്കെതിരെ ആ കേസില്ല. പകരം വനിതാ MLA-മാരെ തടഞ്ഞു വെച്ചു എന്ന പരാതിയിലാണ് കേസെടുത്തത്. അതാണ് റദ്ദാക്കിയിട്ടുള്ളത്. ജമീല പ്രകാശത്തിനെ അന്യായമായി തടഞ്ഞു വെച്ചതിനും കയ്യേറ്റം ചെയ്തതിനുമാണ് MA വാഹിദിനെയും ശിവദാസൻ നായരെയും അന്ന് പ്രതി ചേർക്കുകയുണ്ടായത്. IPC 341, 323 എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. പക്ഷേ അത് നിലനിൽക്കുന്നതല്ല എന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് റദ്ദാക്കി. അങ്ങനെയാണ് നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF-ന് അനുകൂലമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നും എത്തുന്നത്. ശരി, നിയമസഭാ കയ്യാങ്കളി കേസിൽ വനിതാ അംഗങ്ങളെ തടഞ്ഞുവെച്ച എന്ന പരാതിയിലാണ് ഇപ്പോൾ UDF മുൻ MLA-മാർക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കിയത്. കെ ശിവദാസൻ നായർ, MA വാഹിദ് എന്നിവർക്കെതിരെയുള്ള കേസാണ് കോടതി റദ്ദാക്കിയത്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വേഗം എത്തും, ഇടവേള എടുത്തതിനു ശേഷം.